ഗൈസ്, അപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇനി എൻ്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം. ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാതെ, അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്. അപ്പം ഇതെന്ത് വന്നാലും അത് നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ്സ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയെടുത്ത്. അമ്മ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, അവനത് ഇടും എന്നവൻ പറഞ്ഞു. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പോൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല, പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല. ഞാൻ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? എല്ലാരും മുമ്പില് അമ്മായിയമ്മ ഭയങ്കരയാണ്. എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4ആയി, ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാരി ഒരു കുഞ്ഞു വീട് അവിടെ എടുപ്പുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് നോക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങൾ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. വിവരമില്ലാത്തരം പൊട്ടത്തരം ഒന്നും വിളിച്ചു പറയാണ്ട് നമ്മള് ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാറിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഉണ്ട്, അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, അല്ലേ ചാ? ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, എല്ലാവർക്കുള്ളയും വലുത് കുടുംബം തന്നെയാണ്. എല്ലാരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ എല്ലാം ഒന്നിക്കട്ട് എന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരും ഒരുമിച്ച് പോകണം. അത് തന്നെയാണ് നമ്മളെ ഇതുവരേക്കും നമ്മൾ പിരിഞ്ഞു പോകണം ഇത് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ. ഒരിക്കലും ഞങ്ങളെ മക്കള് ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ല. നീ ഇറങ്ങി പോകുന്നില്ലല്ലോ വേണം.
നിന്റെ നിങ്ങളുടെ വേറെ ഉണ്ടാക്കിയതാണ് നിന്റെ അച്ഛനും വരുമ്പോ പുറത്തായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ എന്നെ കാണാക്കൂല പോറങ്ങി കാണാമില്ല ഇത് മുറിവുണ്ടാക്കിയിട്ട് നടന്നു നടന്നുകൊണ്ട് പോയിട്ട് മറിച്ച് നടക്കുന്നത് ഇങ്ങനെ നോക്കൂല ഞാനാ ഞാൻ സത്യം നടക്കൂല അളകാതൊന്നും എറിയ നടക്കൂല ഞാനാ പറഞ്ഞേ അന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവള് എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബം ഇല്ലാതായി ഞാൻ പറയുന്നു എവിടെ റൂം ഇവിടെ ആർക്കുണ്ടാക്കിയിട്ടില്ല റൂം ഇല്ല ഇവിടെ പറ്റൂല അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഇവിടുന്ന് ഇവിടെ പറ്റൂല ഇവിടെ കേൾക്കാക്കൂല അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയും നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് അതിനൊക്കെ പറയുന്നത് എത്ര ഭാഗത്തെ വായ്പയിലേക്കുന്നുണ്ട് നിന്നെ വീഡിയോ കോപ്പറിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആ മാറ്റി വെച്ചിട്ട് പോകാൻ വിളിച്ചിട്ടുണ്ട് ഇവിടെ കുത്തിരിക്കുന്നത് ഞങ്ങളൊന്നും പഠിക്കില്ല മുരുകൻ കൊണ്ടുവന്ന് എനിക്കുള്ള കൊണ്ടുവന്നില്ല എവിടെയും കൊണ്ടുപോയിട്ടില്ല അവിടെയും കൊണ്ടിട്ടില്ല. ഇതിലെ ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെയാണ് ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങി പൊക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ, നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ഇനി മരണം വരെ. അങ്ങനെ ഒരു എനിക്ക് വിളക്ക് നിന്ന് കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കാൻ, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. ആരുടെ കാലുമുണ്ട്, ഞാൻ തറ വീണായിട്ട് മുരുകൻ ഉണ്ടാക്കിയിട്ടതല്ല, നാടുമില്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാൻ ഇതിനെല്ലാം പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത കുറെ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടി ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോ ആരൊക്കെ അടിച്ചത് പറ. എന്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയെ ശ്രമിച്ചു, കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും ദേഷ്യമുണ്ട്. മുറുന്ന് വിളിച്ചുകൊണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞു വയറ്റി കിടക്കുക 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. വീണ്ടും വന്നടിക്കോ? നമുക്ക് പോവാട്ടോ, ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കേ. എല്ലാത്തിനും കാരണം ഞാനാ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ മാറ്റി ഒത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്.
അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കെയർ ചെയ്യുന്ന ഒരു ഗ്ലാസ് പാല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പോലെ ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ ഈ വീട്ടിൽ. ഇല്ല പറ്റുന്നില്ല ഇവിടെ നിൽക്കാനുണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മായോട്ട് കയറിപ്പോ തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ എടുത്തിട്ട് അടിക്കുന്ന കാണാൻ. കുറെ കിട്ടിയടി ഞാൻ നോക്കിയപ്പോ വായി കൊടുക്ക ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല എന്നോട് വന്ന് കയറിയിട്ട് അന്ന് തൊട്ടാലും എന്നോട് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടേക്ക് ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വെറുതെ തോന്നിട്ട് അനിയനായി പോയിട്ട് എത്ര അച്ഛനായി പോയിട്ട് വാശിയിൽ വന്ന് കുറേ അടി അടിച്ചേട്ടാ ഏട്ടന്. അച്ഛനൂടെ നിൽക്കുന്നുണ്ട് കുറേ അടി അടിച്ച് നിന്നെ കറങ്ങി തിരിഞ്ഞു. എനിക്കൊന്ന് ആശുപത്രി പോകണേട്ട. വീട് തറയല്ലേ. ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ. എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ എന്തിനും എല്ലാത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് അവർ 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും കൊണ്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെ കാഴ്ചപ്പാടാ. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്. ഫോൺ വിളിച്ചത് ഇനി മേല ആദ്യം ഏട്ടനെ കുറേ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേല അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ടാണെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അവനിനി ഒന്നും വിളിക്കുന്നത് അവനാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നീന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസാമാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്നെ. ഇതിൽ കൂടുതൽ ഗതി കേട്ടവൻ ആരുമില്ലപ്പാ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയാം. അമ്മയമ്മ പറഞ്ഞായിരുന്നു നീ മൂഞ്ചോടെ നിനക്കാരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന്. ഇവരുടെ അല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സർജറി പോയിട്ടില്ല. എൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും. ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോത്തേ മിണ്ടത്തിട്ട് എന്ത് ചെയ്തെന്നൂടെ ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ല. ഈ കുടുംബമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവരുടെ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറെ കിട്ടി. എനിക്കിതൊക്കെ വയ്യ. അവരിറക്കി വിടവിട്ട് അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യട്ട്.
എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി, അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂം പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാൻ ഇട്ടിരുന്നു. എന്നെ കുറേ പറഞ്ഞു, നാണമില്ല ഇവിടെ കുത്തിയിരിക്കും, ഇറങ്ങിപ്പോ. കുറേ ചീത്ത വിളിച്ചിട്ട് ഇവരോടൊക്കെ പോവാ പാക്കേജ് ചെയ്യട്ടോ. ഫുഡ് ചേട്ടാ വലിച്ച് കീറി. മുണ്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു, മുണ്ടൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഇതൊക്കെ കണ്ട് ഞാൻ വിചാരിക്കരുത് ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് ബാക്കായിരിക്കും. അവരൊന്നിച്ച ഒരു 3 പേര് ഒന്നിച്ച ഒരു 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം, എനിക്കറിയത്തില്ല. എൻ്റെ എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. എനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ന് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെത്തിയത്. കൊച്ചുവിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കെയർ ചെയ്തതിൻ്റെ 100 മടങ്ങ് അവനെ കെയർ ചെയ്യുന്നത്. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല. അവൻ ഈ വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അവൻ ഭയങ്കര പറ്റിക്കുക വരെ രണ്ടുപേരെ. ഞാൻ അവനടുത്ത് പറഞ്ഞു, നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കും, എന്നെ പൊട്ടനാക്കട്ടെ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയും അത്, ഒരു ദിവസം സീരിയസ് ആയിട്ട്. അപ്പൊ അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ, ഇറക്കിയിടില്ലേ, ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ. ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഫോട്ടോകൾ തിരിച്ചു വെച്ചേക്കുന്നത്. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും. നിങ്ങൾ തന്നെ കണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിലെ ഏട്ടനും കൂടെ നിൽക്കുന്ന പിന്നെ മാറ്റി ഹൈലൈറ്റ്, നമ്മൾ 3 പേരോടുള്ള ഹൈലൈറ്റ് എല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി പോകുന്നുണ്ട് ഫോട്ടോ 3 പേരോടുള്ളതും 2 പേരുള്ളത് മാത്രം വെച്ചിട്ട് 3 പേരുള്ളതും ഏട്ടൻ്റെതും അവൻ്റെതും ഒക്കെ തിരിച്ചു വെച്ചേക്കുന്നു. അത്രയ്ക്ക് ദേഷ്യം വരിക. താഴെ സെറ്റിലൊരു ചപ്പാത്തി പല ഇരിക്കുന്നു, തലയടിച്ച് പുള്ളിക്ക് എടുത്തിരിക്കുക. സംസാരിക്കാനും വയ്യ, അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം. അന്നൊരു ദിവസം വഴക്കിട്ടപ്പോഴാണ് ആ ഭിത്തിയിൽ വെച്ചിരുന്ന നിങ്ങൾ 4 പേരോടുള്ള ഫോട്ടോ അതെല്ലാം അവൻ എടുത്ത് അന്നേ അവൻ തല്ലിപ്പൊട്ടിച്ച്. അന്ന് എത്ര വട്ടം പ്രശ്നം ഉണ്ടാക്കി. അന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ ഏട്ടനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഇറക്കാതെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. കൂടെ ഓരോന്നെറിഞ്ഞു പൊട്ടിക്കും. പേടിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് എങ്ങനെ ഞെട്ടി പേടിക്കുമെന്നറിയോ. ഇവിടെ വന്നിട്ടായിരിക്കും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അന്ന് കുടിച്ചിട്ട് വന്നിട്ട് അത്രയും കാണിച്ചത്. അവിടെ ഇരുന്ന സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തെറിഞ്ഞു, ഒരു ട്രൈപോഡ് എറിഞ്ഞു പൊട്ടിച്ച്. ഓരോ സാധനങ്ങൾ എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതുണ്ട്. അല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ എത്രയെന്ന് പറഞ്ഞ് എടുക്കുന്നു. 1 മണിക്കൂറായി വണ്ടി കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ സ്റ്റേഷന് മുമ്പിൽ വണ്ടി ഇട്ടിട്ട് 1 മണിക്കൂറാവുന്നു. പക്ഷേ അച്ഛനും അമ്മ എത്രയായാലും അച്ഛനും അമ്മയല്ലേ കേസ്, മനസ്സും വരുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടെന്നാ പിന്നെ കേസ് എടുത്തില്ല? കൊടുക്കണ്ട. ഇങ്ങനെ ഇത്രയും നാൾ ഒന്നിച്ച് നിന്നിട്ട് എങ്ങനെ കൊടുക്കും? ഇതിനകത്തൊരവസ്ഥ ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാകത്തില്ല, ഉറപ്പാ. അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം? ഇവിടെ നിന്ന് അവർക്ക് റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. എന്ന് ചോദിച്ചു. 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ പോയി നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചത്? പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും. നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇതിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവളെ ഇവിടെ വന്ന്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഏട്ടനാ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും, നിങ്ങൾ കളിയാക്കുമല്ലോ. മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നെന്ന്. എന്നാ എല്ലാം അതിൽ നിന്ന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയണ്ട, ഇടുന്നതോ വരുന്നതോ ഒന്നും പണിയെടുക്കത്തില്ല. സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാ. അത് വീട്ടിലെ എല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും,
ഉച്ചക്ക് വീഡിയോ എടുക്കാൻ വിളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോഴും ഏട്ടന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്. അവന്റെ റൂമിൽ ചെന്ന് കൊട്ടിയാലൊന്നും അവൻ കേൾക്കത്തുമില്ല, അറിയത്തുമില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ പാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴും ഞാൻ ഏട്ടൻ വീട് കുഴപ്പമില്ല, വരട്ട്, ഇപ്പൊ എന്ത് ചെയ്യാനാ, വരട്ട്, ഒന്നിനും പോകില്ല. അങ്ങനെ അവനെ താങ്ങി കൊണ്ടു നടന്നിട്ടേ അവൻ എന്നെ അന്ന് വിളിച്ചു ചീത്തയും വിളിച്ചിട്ട് എന്റെ പെൺപിള്ളെ അവൻ ചീത്ത വിളിച്ചേക്കുന്നു. മുറു എന്നും പറഞ്ഞ് പുറേ നടന്നവനാ. ഒരിക്കലും മറക്കത്തില്ല ഞാൻ. വീഡിയോയില് കാണുന്ന പോലൊന്നും അല്ല പറയാതിരിക്കുന്നത്. ഇപ്പം പുറമെ ഒരാള് പറയും, ഇങ്ങനെ പറയും, ആ പെണ്ണ് വന്ന് കയറി ആ കുടുംബം അങ്ങ് നാശമാക്കി. പക്ഷെ അതിന് പിന്നില് എന്തോന്ന് ആർക്കും അറിയത്തില്ല. അവര് വഴക്കിടുന്ന ആരുടെ കയ്യിലാണ് തെറ്റെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ വിചാരിക്കും അവർ ഇതിനു മുമ്പ് ഹാപ്പി ആയിരുന്നു, ഒരു പെണ്ണ് വന്ന് കയറി അതങ്ങ് നശിച്ചു. അപ്പം ആ പഴി മൊത്തം വരുന്നത് പെണ്ണിന്റെ സംഭവം. ഞാൻ ഇന്നലെയാണ് വന്ന് കയറിയത്. ഞാൻ വന്ന് കയറിയതെല്ലാം നിങ്ങൾ കണ്ടു. അതെ, പറയുന്നവരതേ പറയൂ. കാരണം വേറെ ആരും ചെയ്ത തെറ്റൊന്നും അവിടെ ആർക്കും ഒരു ഇതല്ല. അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ. ഏട്ടനിങ്ങനെ കുറെ അടിക്കുന്നത് കണ്ട് വായിക്കൂടെ ചോര വരുന്ന എല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് എന്ത് സുഖം കിട്ടാനോ. ഇവരൊക്കെ എന്തൊക്കെ പറയുന്നത് പോലെ എനിക്ക് അറിയാൻ വയ്യ. അച്ഛനും അടിച്ചു, കൊറേ അടിച്ചു അച്ഛൻ. അച്ഛൻ ഒരു സൈഡിൽ നിന്ന് അപ്പൊ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വെച്ചു കൊടുക്കുന്നു. നിങ്ങൾ പറയാ ഇത്രയും നാളായിട്ട് ഇതൊക്കെ എന്റെ ഒക്കെ വീഡിയോയിൽ പറയാൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണല്ലോ, എല്ലാത്തിലും കാണിച്ചതാണല്ലോ. വേണ്ട പ്രശ്നങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. കുടുംബമല്ലേ, കുടുംബമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. എത്രയായാലും ജനറേഷൻ ഗ്യാപ്പൊക്കെ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെ. അതൊക്കെ അച്ഛനല്ലേ അമ്മയല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ അനിയനല്ലേ എന്നൊക്കെ വിചാരിച്ച് ക്ഷമിച്ച് സത്യം പറഞ്ഞ ക്ഷമയുടെ നെല്ലിപ്പലകുണ്ട്. ഇനി ഇത് കൂടുതൽ പറ്റത്തില്ല. അല്ലേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എത്ര എന്നൊക്കെ പറഞ്ഞാലും കുടുംബം എന്നുള്ളത് വരും ഗൈസ്. ഞാൻ അങ്ങനെ ജീവിച്ചോണ്ടാണ്. എനിക്ക് എത്രയായാലും അങ്ങനെ അവരിനി എന്നെ എന്തൊക്കെ ചെയ്താലും അച്ഛനമ്മ എന്നുള്ള ഇതൊക്കെ എനിക്ക് വരും, സീരിയസ് ആയിട്ടും വരും. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ നമ്മൾ അവ ഇട്ടാൽ മാത്രമേ ഞാൻ ഇതിടൂ. എനിക്കെതിരെ എന്നവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ. കാരണം അവന് പറയാൻ പോയിട്ട് ഉച്ചരിക്കാനുള്ള യോഗ്യത അവനില്ല. ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അങ്ങനെയൊക്കെ അപമാനിച്ചു. ഒരു സ്ത്രീകളെടുത്ത് യാതൊരു വിധ, അതിന്റെ അമ്മയെടുത്ത് ആയിക്കോട്ടെ, ഒരു ബഹുമാനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. വീഡിയോകളൊന്നും ആരും കാണത്തില്ല. അഹങ്കാരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അവ എന്ത് പറഞ്ഞാലും ഏട്ടൻ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന അല്ലാതെ മറുത്തൊരു വാക്ക് പറയത്തില്ല. എന്റെ അച്ഛന്റെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാലോ. ഒരു കൈ എന്നൊക്കെ പറഞ്ഞാൽ ഈ തടിപ്പണിക്ക് പോയിട്ടും ഡ്രൈവ് ചെയ്തിട്ടും ഭയങ്കര തഴമ്പുള്ളൊരു കയ്യ. ആ കൈയും വെച്ച് എൻ്റെ കരണം മുളക്കാൻ 2-3 എനിക്ക് കിട്ടി. എൻ്റെ കിളി പാറിപ്പോയി. ഞാൻ നിന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, എൻ്റെ ശരീരം സ്റ്റേബിൾ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു. അത് കണ്ട് അച്ഛൻ എന്നെ അടിക്കുന്ന കണ്ടോട്ട് അവനും അവിടെ നിന്ന് ഓടി വന്നു. അവനും ആ സ്റ്റെയർ ഇറങ്ങി വന്നു. അവനും എന്നെ അടിക്കുകയായിരുന്നു. ആ ഷർട്ട് മുണ്ട് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പെണ്ണുമ്പുഴയുടെ മുമ്പിൽ മുണ്ട് പോലും ഇല്ലാതെയാണ് എന്നെ എൻ്റെ അച്ഛനും എൻ്റെ അനിയനും കൂടി പിടിച്ചു വെച്ച് അടിച്ചത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ തടയാൻ ഇതിന്റെ ഇടയ്ക്ക് കയറിയേ പറ്റൂ. കാരണം ഏട്ടനെ പിടിക്കാൻ വേറെ ആരുമില്ല. ഏട്ടന്റെ ഒന്ന് അടിക്കരുതെന്ന് പറഞ്ഞു നിൽക്കാൻ ആരുമില്ല. പക്ഷെ അതാരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മക്കളടുത്ത് ഇങ്ങനെ ചെയ്തില്ല. സീരിയസ്ലി എന്നെ അമ്മ അതിനെ ഉപദ്രവിച്ചിട്ട് എന്റെ ചുണ്ടടിച്ച് പൊട്ടിച്ചു. എന്റെ ചുണ്ട് എനിക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം. എന്റെ ചുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം. എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുക. കാരണം അത് ഇൻഫെക്ഷൻ ആയി പഴുത്ത് എനിക്ക് പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് കൈയൊക്കെ ചതഞ്ഞ് ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തറയിലൊക്കെ ഇട്ട് എനിക്ക് അറിഞ്ഞൂടെ അന്ന് അവിടെ എന്താ നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്റെ ബാക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തു അവൻ അടിക്കാൻ വേണ്ടിട്ട്. ഇഷ്ടം പോലെ അടിച്ചു. എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ചതിന് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എന്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മൃദുല വീണിട്ട് മൃദുലയ്ക്ക് അപ്പം തുടങ്ങിയ വയറ്റുവേദനയാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വയറ്റുവേദനയാണ്. ഇത് നടന്നതിന്റെ 4ന്റെ അന്നാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. കാരണം എനിക്ക് എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. അവർക്ക് അടിക്കാതിരിക്കുന്നില്ല. കുറെ അടി മുതുകത്തൊക്കെ അവിടെ ഇവിടെയും കുറെ കിട്ടി. കാരണം അറിയാലോ എന്റെ അടിക്കരുത്. ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, അയ്യോ എന്റെ വയറ് എന്റെ. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ. രണ്ടുപേരും അടിക്കല്ലാതെ. എന്നിട്ട് ഞാൻ വീണ് കിടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത്. എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ, ഒന്ന് പിടിക്കോ. ഈ വീണിട്ട് പോലും മനസാക്ഷി ഇല്ലാതെ എന്നിട്ട് പോലും എൻ്റെ അമ്മ അവളെ വിളിച്ചോ എന്തെങ്കിലും നിനക്ക് പറ്റിയോ എന്ന് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഈ സെക്കൻഡ് വരെ ചോദിച്ചിട്ടില്ല. അവൾ പ്രസവിച്ചതിന്
എങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാര്യം. എനിക്ക് ഇതേവരെ ആ വീട്ടിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്തെങ്കിലും അവര് തമ്മിൽ സംസാരിക്കും, എന്നെ അതിലോട്ട് ഉൾപ്പെടുത്തത്തില്ല. ഞാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയുള്ളൂ. എന്നെ ആ വീട്ടിലൊരു അംഗമായിട്ട് ഇതേവരെ അവർ കണ്ടിട്ടില്ല. അത് വാഗൊണ്ട് അമ്മ പറയുകയും ചെയ്തു, നീ വന്നു കയറിയ പെണ്ണ്, നീ വന്നു കയറിയ വീട്. അപ്പോഴും ഞാൻ കളിയാക്കി പറയും, ഇത് അങ്ങനെ ഞാൻ വന്നു കയറിയത് എന്റെ വീടാണ് ഞാൻ കളിയാക്കി പറയും. പക്ഷെ എത്രയൊക്കെ അത് മനസ്സ് വേദനിക്കുമെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ വാതിലവിടെ ഇങ്ങനെ നിന്ന ടൈമിൽ മാറടി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ ഒരു അടി അടിച്ച് എന്നെ ചീത്തയും വിളിച്ചു. സത്യം പറഞ്ഞാൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഞാൻ ഇന്നേ വരെ ആ സമയത്ത് എന്നെ റൂമിൽ പിടിച്ച് കൂട്ടിയിട്ട് വേണമായിരുന്നു. അല്ല, അവന്റെ സത്യം പറഞ്ഞാൽ അവന്റെ വായിൽ അങ്ങനെ ഒരു വാക്ക് വീഴുന്നതന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയി. കാരണം അങ്ങനല്ലല്ലോ കൊണ്ട് നടന്നത്, സ്നേഹിച്ചതും പറഞ്ഞതും എല്ലാം. പക്ഷെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഈ വിഷമോ ആ വിഷമോ അന്നത്തെ ദിവസം എനിക്കറിയില്ല.